ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് ശുക്രൻ. ഉബൈനിയുടെ സംവിധാനത്തിൽ ബിബിൻ ജോർജ്, ഷൈം ടോം ചാക്കോർ, ചന്തുനാഥ്, അസീസ് നെടുമങ്ങാട്, സന്തോഷ് കീഴാറ്റൂർ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു റൊമാൻറ്റിക് കോമഡി ത്രില്ലറാണ് ശുക്രൻ. കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കൾക്കിടയിൽ രസകരമായ സംഭവങ്ങൾ ഉണ്ടാവുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. 2026 ഫെബ്രുവരി 6 റിലീസ് ചെയ്ത ഈ മൂവി സൺനെക്സ്റ്റിലൂടെ മാർച്ച് 13 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് ഒരു വയനാടൻ പ്രണയകഥ. ജസൂജ് ആന്റണി, ഷൈജൻ ശ്രീവത്സം, അക്ഷയ് സുരേഷ്, ജൂഹി ജയകുമാർ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു റൊമാൻസ് ഡ്രാമ കോമഡി ഫിലിമാണ് ഒരു വയനാടൻ പ്രണയകഥ. കൗമാരക്കാരുടെ പ്രണയവും അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. 2026 ജനുവരി 16 റിലീസ് ചെയ്ത ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമാക്സ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പൊന്നാപുരത്ത് യക്ഷി. ഒരു പഴയ തറവാടും അവിടെ എത്തുന്ന ആളുകൾ നേരിടേണ്ടി വരുന്ന അസ്വാഭാവിക സംഭവങ്ങളുമാണ് ഈ കഥയുടെ ഇതിവൃത്തം. ബോബൻ ആലമുടനെ കേന്ദ്ര കഥാപാത്രമാക്കി അനി സുധാകരൻ നിർമ്മിച്ച് SP ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത മൂവിയാണ് പൊന്നാപുരത്ത് യക്ഷി. ഹൊറർ ത്രില്ലർ മൂവിയായ പൊന്നാപുരത്ത് യക്ഷിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമാക്സ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ മാർച്ച് മാസം പകുതിയോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി പെണ്ണും പൊറാട്ടും. നവാഗതനായ രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത ഒരു ആക്ഷേപഹാസ്യ ചിത്രമാണ് പെണ്ണും പൊറാട്ടും. 400ഓളം പക്ഷിമൃഗാദികളും 100ലധികം പുതുമുഖങ്ങളും ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഈ സിനിമയിൽ സുട്ടു എന്ന നായിക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് ടോവിനോ തോമസ് ആണ്. രവിശങ്കർ രചനയിൽ സന്തോഷ് ടി കുരുള നിർമ്മിച്ച ഈ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മാർച്ച് മാസം 13 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് എഴുത്തോല. ബിജു സോപാനം, നിഷ സാരംഗ്, ജയകൃഷ്ണൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ മൂവിയാണ് എഴുത്തോല. നടൻ ശങ്കറിന്റെ നിർമ്മാണത്തിൽ സുരേഷ് ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത മൂവിയാണ് എഴുത്തോല. ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടുകയും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത മൂവിയാണ് എഴുത്തോല. ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമാക്സ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ മാർച്ച് മാസം റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് മൂവിയാണ് യോഗ്യത. സായ് ധൻസിക, കബീർ ദുഹാൻ സിംഗ്, സായാജി ഷിൻഡെ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഗൗതം കൃഷ്ണ സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ് യോഗ്യത. സായ് ധൻസികയുടെ പ്രകടനവും ആക്ഷൻ രംഗങ്ങളുമാണ് സിനിമയുടെ പ്രധാന ആകർഷണം. ആഹാ OTT പ്ലാറ്റ്ഫോമാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 13 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു തമിഴ് മൂവിയാണ് മെയ്ഡ് ഇൻ കൊറിയ. രാ കാർത്തിക് സംവിധാനം ചെയ്ത് പ്രിയങ്ക മോഹൻ പ്രധാന വേഷത്തിലെത്തിയ ഒരു റൊമാൻറ്റിക് അഡ്വഞ്ചർ ഡ്രാമ ഫിലിമാണ് മെയ്ഡ് ഇൻ കൊറിയ. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ വളർന്ന ഷൺബ എന്ന പെൺകുട്ടി തന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹപ്രകാരം ദക്ഷിണ കൊറിയയിലെത്തുന്നതും അവൾക്ക് അവിടെ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുമാണ് കഥയുടെ പ്രമേയം. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴിന് പുറമെ തെലുങ്കു, മലയാളം, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലും മാർച്ച് 12 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് മസ്തിഷ്ക മരണം. രജിഷ വിജയൻ, നിരഞ്ജ് മണിയമ്പിളരാജു, ജഗദീഷ്, ദിവ്യപ്രഭ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ക്രിഷാന്ത് സംവിധാനം ചെയ്തൊരു സയൻസ് ഫിക്ഷൻ കോമഡി ഫിലിമാണ് മസ്തിഷ്ക മരണം. സോണി ലീവ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാള മൂവി ആശാൻ. ഇന്ദ്രൻസിനെ നായകനാക്കി ഗപ്പി അമ്പിളി എന്നീ സിനിമകളുടെ സംവിധായകൻ ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത മൂവിയാണ് ആശാൻ. ഈ ചിത്രത്തിൽ ഇന്ദ്രൻസിനെ കൂടാതെ ജോമോൻ ജ്യോതിർ, മദൻ ഗൗരി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ചിത്രത്തിൽ ഇന്ദ്രൻസ് അവതരിപ്പിച്ച ആശാൻ എന്ന കഥാപാത്രം വലിയ പ്രശംസ പിടിച്ചുപറ്റി. ഇന്ദ്രൻസിന്റെ മികച്ച വേഷങ്ങളൊന്നായാണ് ഈ വേഷം വിലയിരുത്തപ്പെടുന്നത്. ഒരു കോമഡി ഫിലിമായ ആശാൻ ദുൽഖർ സൽമാന്റെ വാഫർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത്. മാർച്ച് മാസം ഈ മൂവി OTT റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ടെങ്കിലും നിലവിൽ ഒരു OTT പ്ലാറ്റ്ഫോമും ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി. അടുത്തതൊരു മലയാളം മൂവിയാണ് ധീരം. ഇന്ദ്രജിത് സുകുമാരൻ പോലീസ് വേഷത്തിലെത്തിയൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയാണ് ധീരം. ഇന്ദ്രജിത് സുകുമാരനെ കൂടാതെ അജു വർഗീസ്, ദിവ്യപിള്ള, നിഷാന്ത് സാഗർ, രഞ്ജി പണിക്കർ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ജിതിൻ ടി സുരേഷാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് മാർച്ച് 6 പ്രഖ്യാപിച്ചെങ്കിലും ആ ദിവസം OTTയിൽ റിലീസായില്ല. ഇപ്പോൾ ഇതാ മൂവി ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് വെബ് സീരീസ് ആണ് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ക്രൈം ഡ്രാമ ലീഗൽ ത്രില്ലർ സൂപ്പർ ഹീറോ മൂവിയാണ് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ. മാർച്ച് 24 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് ബാൾട്ടി. നവാഗതനായ ഉണ്ണി ശിവലിംഗത്തിന്റെ സംവിധാനത്തിൽ ഷെയ്ം നിഗം, ശാന്തനു ഭാഗ്യരാജ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ആക്ഷൻ സ്പോർട്സ് ഡ്രാമ മൂവിയാണ് ബാൾട്ടി. തമിഴ്നാട് അതിർത്തിയിലെ ഗുണ്ടാസങ്ങളുടെയും കബഡി താരങ്ങളുടെയും കഥയാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ് ഓ റോമിയോ. വിശാൽ ഭരദ്വാജിന്റെ സംവിധാനത്തിൽ ഷാഹിദ് കപൂർ, തൃപ്തി ദിമ്രി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ആക്ഷൻ റൊമാൻസ് മൂവിയാണ് ഓ റോമിയോ. നാനാ പടേക്കർ, തമന്ന ഭാട്ടിയ, ദിഷ പട്ടാനി, വിക്രാന്ത് മസി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു.
ആമസോൺ പ്രൈം വീഡിയോസാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 27 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് അപെക്സ്. ഒരു ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് അപെക്സ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 24 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.